ഈ ക്ലാസ്സിൽ നോക്കുന്നത് എന്തിനാണ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം നമ്മൾ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്, എന്തിനാണ് ഈ സ്റ്റെപ്പ് എന്നുള്ളതാണ്. അതായത് എക്സ്റ്റേണൽ ക്രിറ്റിസിസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇത്തരത്തിലൊക്കെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഈ പാർട്ട് വരുന്നത്. പർപ്പസ് ഓഫ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം, യൂസ് ഓഫ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം, എയിം ഓഫ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം, അങ്ങനെ ഏത് തരത്തിലും നമുക്ക് ഇതിൻ്റെ ഏരിയ ചോദിക്കാം. അതാണ് ഇത്. ഈ ഗ്രീൻ ലൈൻ കാണുന്ന ഏരിയ മുതലാണ് അതിൻ്റെ നോട്ട് തുടങ്ങുന്നത്. അതിന് മുന്നുള്ളത് ഇൻ്റർപൊളേഷൻ്റെ നോട്ടാണ് നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിലെത്തത്. നമുക്ക് വായിച്ച് നോക്കാം. വളച്ചൊടിക്കുന്ന തരവും വസ്തുനിഷ്ഠമല്ലാത്തതുമായ കാര്യങ്ങൾ കണ്ടെത്തുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന റെഫറൻസ് ബുക്കിൽ വളച്ചൊടിച്ചിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റോർട്ടഡ്, അതാണ് ഇംഗ്ലീഷ് വാക്ക് വരിക. ഡിസ്റ്റോർട്ടഡ് ആയിട്ട് വസ്തുനിഷ്ഠപരമല്ലാണ്ട് എന്തൊക്കെയോ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാം. ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിന് എഴുതിയതോ പകുതി എഴുതിയതോ അല്ലെങ്കിൽ പകുതി എഴുതാൻ ബാക്കിയുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് കൃത്യമായി കാര്യങ്ങൾ പറയാണ്ടിരിക്കുക, ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് പറയാണ്ടിരിക്കുക, അതും അല്ലെങ്കിൽ ഒരു ഏരിയ മുഴുവൻ കൃത്യമായിട്ടുള്ള ഡാറ്റയ്ക്ക് പകരം അവിടുന്ന് ഇവിടെ നോക്കി എടുത്തിട്ടുള്ള എന്തൊക്കെയോ പറയുക. അങ്ങനെയുള്ള പലതരത്തിലുള്ള ഇൻകംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സ് വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ഡാറ്റയാണോ ഉള്ളത്, അത്തരത്തിൽ എന്തൊക്കെയാണോ നമ്മളുടെ തീസിസിലേക്ക് മിസ്റ്റേക്സ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. നമ്മളെടുത്ത റെഫറൻസ് ബുക്കിൽ നിന്നുള്ള ഏത് ലൈൻ എടുക്കുമ്പോഴാണ് നമ്മൾ ഡാറ്റ കറക്റ്റായിട്ട് വരുന്നത്, ഏത് ലൈൻ എടുക്കുമ്പോഴാണ് നമ്മളെ ഡാറ്റാസ് കറക്റ്റ് അല്ലാണ്ട് വരുന്നത് എന്ന് ചിന്തിക്കലാണ് എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിൻ്റെ പ്രധാന ഉദ്ദേശം. അതുകൂടാതെ മറ്റൊരാളുടെ വർക്ക് അവരുടെ അനുവാദമില്ലാതെ ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്തതാണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നു. അതായത് നമ്മൾ എടുത്ത ഡോക്യുമെൻറ്റിൽ പ്ലാജറിസം ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ പ്ലാജറിസം വന്നാൽ ആ പ്ലാജറിസം പാർട്ട് നമ്മളെ തീസിസിലേക്ക് കോപ്പി ചെയ്താൽ നമ്മളെ ഡോക്യുമെൻറ്റും പ്ലാജറൈസ്ഡ് ആവും. സോ പ്ലാജറിസം ഉണ്ടോ ഇല്ലയോ, പ്ലാജറിസം കോപ്പി ടു അവർ ടെസ്റ്റ് എന്ന് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. കുറച്ച് കൺഫ്യൂസിങ് ആണ്. നമ്മളുടെ ഡോക്യുമെൻറ്റിലല്ല പ്ലാജറിസം ചെക്ക് ചെയ്യുന്നത്, പകരം നമ്മളുടെ ഡോക്യുമെൻറ്റിൽ പ്ലാജറിസം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന റെഫറൻസ് ബുക്കിൽ പ്ലാജറിസം ഇല്ല എന്ന് കൺഫേം ചെയ്യുക. ആലോചിച്ചാൽ മതിയാവും. നമ്മൾ ഒരു തീസിസ് എഴുതുന്നത് മറ്റൊരാളുടെ റെക്കോർഡിൽ നിന്നുള്ള സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ നോക്കിയിട്ടാണ് എഴുതുന്നത് എങ്കിൽ നമ്മളെടുത്ത പുസ്തകത്തിൻ്റെ ഓണർ എല്ലാത്തരം എത്തിക്സും കീപ്പ് ചെയ്തിട്ടാണോ അവരുടെ പുസ്തകം എഴുതിയത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക എന്നതാണ് ഉദ്ദേശിച്ചത്. അടുത്ത പോയിന്റ് നോക്കാം. തെറ്റായ വിവരങ്ങൾ കൂടിച്ചേർത്ത് കൊണ്ടുള്ള വിവരങ്ങളാണോ എന്ന് ഡാറ്റ അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മൾ എടുക്കുന്ന ഡോക്യുമെൻറ്റ് പ്രൈമറി സോഴ്സ് ആവട്ടെ സെക്കൻഡറി സോഴ്സ് ആവട്ടെ, അതിൽ തെറ്റായ വിവരങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് തെറ്റായത് ഒഴിവാക്കിയിട്ട് ശരിയായ കാര്യങ്ങൾ മാത്രം നമ്മളുടെ തീസിസിലേക്ക് എടുക്കുക. അടുത്ത പോയിന്റ്, വർക്ക് എഴുതിയ ആൾ ഡാറ്റ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ എഴുതിയതാണോ, ഇത്തരം വർക്കുകൾ മുന്നേ ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള വിവരങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്യുന്നതിനും എക്സ്റ്റേണൽ ക്രിറ്റിസിസം ഉപകാരപ്പെടുന്നു. അതായത് കണ്ടംപററി സോഴ്സ് അല്ലെങ്കിൽ പ്രൈമറി ഡാറ്റയാണോ സെക്കൻഡറി ഡാറ്റയാണോ, റെലവൻറ്റ് പോയിൻറ്റ്സ് ഉണ്ടോ, അതല്ല ആ എഴുതിയ ആൾ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷനായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു കാലഘട്ടത്തിലോ കണ്ടംപററി അല്ലാത്ത മറ്റൊരു കാലഘട്ടത്തിലോ എഴുതിയ ഡാറ്റകളാണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഉദാഹരണത്തിന് അക്ബറിനെ കുറിച്ചിട്ട് അക്ബറിൻ്റെ കാലഘട്ടത്തിലെ ഒരു കവി എഴുതുന്നതും അതിനുശേഷം ഇപ്പോഴൊക്കെയുള്ള ഒരു ഹിസ്റ്റോറിയൻ അക്ബറിനെ കുറിച്ച് എഴുതുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എടുത്ത ഡാറ്റ കണ്ടംപററി റിലവൻസ് ഉള്ള തരത്തിൽ അല്ലെങ്കിൽ കണ്ടംപററിയൻ ആയിട്ടുള്ള ഒരാൾ എഴുതിയതാണോ അതല്ല മറ്റൊരു കാലഘട്ടത്തിലുള്ള ആൾക്കാർ എഴുതിയതാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ജെനുവിൻ ആണോ ഓതൻറ്റിക് ആണോ എന്ന് കണ്ടെത്താനുള്ള മെത്തേഡ്സും എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിൽ ഉണ്ട്. അതായത് ഒരു റെക്കോർഡിൻ്റെ ഓതൻറ്റിസിറ്റി നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം. ബി ഷെയ്ക്കലിൻ്റെ ചാർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓതർ, ടൈം, ഡേറ്റ്, പ്ലേസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡാറ്റാസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മലയാളം ടേംസാണ് ഇവിടെ ഉള്ളത്. ഒരെണ്ണം, ആരാണ് ഡോക്യുമെൻ്റ് എഴുതിയത്. അതായത് നമ്മളെടുത്ത സോഴ്സ് പ്രൈമറി സോഴ്സ് ആണ് എങ്കിൽ ഒരു എപ്പിഗ്രാഫിക്കൽ സോഴ്സ്,
അത് കൊത്തി എഴുതി വെച്ചത് ആരാണ്? രവികീർത്തി എന്ന് പറയുന്ന ഒരു കവി എഴുതിയ ഒരു ശിലാലിഖിതം അഥവാ എപ്പിഗ്രഫി ഉണ്ടെന്ന് വയ്ക്കും. അപ്പോൾ രവികീർത്തി എന്ന് പറയുന്നത് പുലികേശിൻ സെക്കൻഡിൻ്റെ സമയത്തുള്ള ഒരു റൈറ്ററാണ്. അപ്പം അയാൾ ആ കാലഘട്ടത്തിൽ തന്നെയുള്ള എന്തൊക്കെയോ ആണ്. അതുകൊണ്ട് തന്നെ ആ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ എപ്പിഗ്രാഫിക്കൽ ഡോക്യുമെൻ്റ് ഓതൻറ്റിക് ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നമുക്ക് അനുമാനിക്കാനുള്ള ഡാറ്റാസ് കണ്ടുപിടിക്കാം എന്നാണ് പറഞ്ഞത്. അതേസമയം ഇന്നത്തെ കാലത്തുള്ള ഒരു ഹിസ്റ്റോറിയൻ പുലികേശിൻ സെക്കൻഡിനെ കുറിച്ചിട്ട് എഴുതുന്നത് എന്ന് പറയുന്നത് വളരെ ദൂരത്ത് നിന്നും നമ്മൾ കുറേ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് വെച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഓതൻറ്റിസിറ്റിയിലുള്ള വ്യത്യാസം. അതുപോലെ നമ്മൾ എടുക്കുന്ന ഏതൊരു ഡോക്യുമെൻറ്റിലും ഓതർ ആരാണ്, എഴുതിയ ആളാരാണ് എന്നുള്ളത് അനലൈസ് ചെയ്താൽ എത്രത്തോളം ഓതൻറ്റിക് ആയിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് നമ്മൾക്ക് കിട്ടിയത് മനസ്സിലാക്കും. അടുത്ത പോയിന്റ്, എന്തിനു വേണ്ടി ഡോക്യുമെൻ്റ് എഴുതി? ദ പേർപ്പസ് ആൻഡ് എയിം ഓഫ് ദ ഡോക്യുമെൻ്റ്. അതായത് അശോകൻ എഡിക്റ്റ് എന്ന് പറയുന്നൊരു എപ്പിഗ്രഫിക്കൽ ഡോക്യുമെൻ്റ് അന്ന് അശോകൻ അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ എഡിക്ട്സാണ്. അതായത് അശോകൻ എന്ന് പറയുന്ന എംപറർ അവരുടെ ഐഡിയാസ് നേരിട്ട് എഴുതിയതാണ്. എന്നാൽ അശോക ആൻഡ് ദ ഡിക്ലൈൻ ഓഫ് മൗര്യാസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ റോമില താപ്പർ അശോകൻ എഡിക്ട്സിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് തീർത്തും സെക്കൻഡറി ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, ഏതോ കാലത്തിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആരൊക്കെയോ പഠിച്ചെഴുതുന്ന ഡോക്യുമെൻ്റാണ്. അപ്പം അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ പേർപ്പസ് ഓഫ് ദ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് വളരെയധികം ഉപകാരപ്പെടും. അതുകൂടാതെ മറ്റൊരു തരത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒരാൾ മറ്റൊരാളെയോ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം ജനങ്ങളെയോ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു പുസ്തകം എഴുതുന്നത് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് എഴുതുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ കൂടുതലും ബയാസ് ഉണ്ടാവും. അതായത് എതിരെ നിൽക്കുന്ന അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ കൂട്ടത്തിന് താഴ്ത്തി കിട്ടുന്ന വിധത്തിലും ഈ എഴുതുന്ന ആളുടെ സൈഡിനെ പൊക്കി കിട്ടുന്ന വിധത്തിലും അയാൾക്ക് എഴുതി വെക്കാൻ പറ്റും. അപ്പോൾ ബയാസ്ഡ് ആണോ എന്ന് ചിന്തിക്കാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ഈ പേർപ്പസ് അഥവാ ഡോക്യുമെൻ്റ് എഴുതിയതിന് എന്തിനാണ് എന്നുള്ള ഡാറ്റ അനലൈസ് ചെയ്താൽ മനസ്സിലാക്കും. എപ്പോഴാണ് എഴുതിയത്? അതായത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണോ, സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആണോ? അതായത് ആ സംഭവം നടക്കുമ്പോൾ എഴുതിയതാണോ, അതല്ല അതിന് ശേഷം എഴുതിയതാണോ, എന്ത് തരം സാഹചര്യത്തിൽ എഴുതിയതാണ്? ഇതൊക്കെയും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടൈം അഥവാ ഓതറിൻ്റെ ടൈം കൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് തന്നെ സെക്കൻഡറി ഇൻഫർമേഷൻ അല്ലെങ്കിൽ സെക്കൻഡറി സോഴ്സ് ആയിട്ടുള്ള ഒരു പുസ്തകത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എങ്കിൽ ആ ബുക്ക് പബ്ലിഷ് ചെയ്ത ഇയർ എന്ന് പറയുന്നത് ആ ഓതർ ഡയറക്റ്റ് എഴുതുന്ന സമയത്ത് തന്നെയാണോ, അതല്ല അതിൻ്റെ കോപ്പി മറ്റാരെങ്കിലും പിന്നെ ഇവിടെ എപ്പോഴെങ്കിലും ഉണ്ടാക്കിയതാണോ? അപ്പോൾ പബ്ലിഷ് ചെയ്ത ഇയർ കുറേ വർഷം മാറിയിട്ടുള്ളതാണെങ്കിൽ അത് ഒരു ഫേക്ക് ഡോക്യുമെൻ്റ് ആണ്, മറ്റൊരാളുടെ പേരിൽ ഇദ്ദേഹം പിന്നീട് എപ്പോഴോ അടിച്ചിറക്കിയൊരു പുസ്തകമാണ് എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഈ ക്ലാസ് മുഴുവൻ കേൾക്കുമ്പോൾ ത്രൂ ഔട്ട് ദ സെക്കൻഡ്സിൽ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ട ഒരു സാധനമുണ്ട്. നമ്മളിത് പറയുന്നത് മുഴുവൻ നമ്മൾ എടുക്കുന്ന റെഫറൻസ് ബുക്കുകളുടെയും ഫസ്റ്റ് ഹാൻഡ് ആൻഡ് സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ സോഴ്സുകളെ കുറിച്ചിട്ടുമാണ് സംസാരിക്കുന്നത്. നമ്മളെ തീസിസ് അല്ല, നമ്മളെ തീസിസിലേക്ക് വേണ്ടുന്ന ഡാറ്റ കളക്ട് ചെയ്യുന്ന സോഴ്സുകൾ, ആ സോഴ്സുകൾ ഏതാണോ അതിൻ്റെ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇതെന്നാ ഈ പറയുന്നത് എന്നുള്ളൊരു സെൻസിൽ നമ്മൾ കാണരുത്. നമ്മുടെ മൈൻഡിലുണ്ടാവണം ഈ പറയുന്നത് മുഴുവൻ നമ്മളെ കയ്യിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റെഫറൻസ് ഡാറ്റാസിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓതറിൻ്റെ കണ്ടംപററി ടൈമും പബ്ലിഷ് ചെയ്ത സമയം തമ്മിലുള്ള ഡിഫറൻസ് വെച്ച് നോക്കുമ്പോൾ ഓതർ ഡയറക്റ്റ് അന്നേരം തന്നെ പബ്ലിഷ് ചെയ്തതാണോ, അല്ല പബ്ലിഷേഴ്സിനെ ഏൽപ്പിച്ചിട്ട് പിന്നീട് എപ്പോഴെങ്കിലും പബ്ലിഷ് ചെയ്തതാണോ, അതിൽ ഭയങ്കര മിസ്മാച്ച് ഉണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലാവും. ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് ടേമൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓതർ, പേർപ്പസ്, ടൈം, പ്ലേസ്, എവിടെ നിന്നാണ് എഴുതിയത്. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് എഴുതുന്നത്. അതായത് ഒരു ഓതർ ഒരു പുസ്തകം എഴുതുന്നത് ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ വെച്ചിട്ടാണ്. അപ്പം ആ പ്ലേസിൽ വെച്ചിട്ട് എഴുതുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒന്നുകിൽ എത്നോഗ്രാഫിക് സ്റ്റഡി ആയിട്ട് ഒരു ഗ്രൂപ്പിനിടയിൽ പോയി നിന്ന് അവിടെ നിന്ന് തന്നെ എഴുതി അവിടെ നിന്ന് തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതല്ല എങ്കിൽ ഒരു ഇന്ത്യയുടെ ചരിത്രം, ഇന്ത്യനെക്കുറിച്ച് പഠിച്ച് ന്യൂയോർക്കിലുള്ള ഏതെങ്കിലും പബ്ലിഷറെ കൊണ്ട് പബ്ലിഷ് ചെയ്യിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻസിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെങ്കിലും ആ പ്ലേസ്, ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട പ്ലേസിന്
എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസും ഡാറ്റാസും ഓതൻറ്റിസിറ്റി പറഞ്ഞു തരാനൊരു ടൂളാവും എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്തത് ഡു ഡിഫറെൻറ്റ് ഫോം ഓഫ് വേർഷൻസ് ഓഫ് ദ ഡോക്യുമെൻറ്റ് എക്സിസ്റ്റ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫൈൻഡ് ഡിഫറെൻറ്റ് ഫോം ഓഫ് വേർഷൻസ് ഓഫ് ദ ഡോക്യുമെൻറ്റ് എക്സിസ്റ്റ്. അതായത് നമുക്ക് നിലവിൽ കിട്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഓതൻറ്റിസിറ്റി മനസ്സിലാക്കി തരുന്ന വിധത്തിലുള്ള മറ്റ് ഡോക്യുമെൻറ്റ്സ് കണ്ടുപിടിക്കുക. ഉദാഹരണത്തിന് ഒരു എപ്പിഗ്രഫി ഡോക്യുമെൻ്റ് കിട്ടിയാൽ അതേ കാലഘട്ടത്തിലുള്ള ഒരു സാധാരണ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ താളിയോല ഗ്രന്ഥങ്ങളോ പാംലീഫ് മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്ന അങ്ങനെയുള്ള മറ്റേതെങ്കിലും സപ്പോർട്ടീവ് ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ കൂടെ ഉണ്ടോ, അതിൻ്റെ വേരിയൻ്റ് ഫോംസ് എന്തെങ്കിലും കിട്ടാനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് കിട്ടിയ ഡോക്യുമെൻറ്റിൻ്റെ ഓതൻറ്റിസിറ്റി ഒന്നുകൂടി ഉറപ്പിക്കാം എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന അനാലിസിസ് എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇതിൻ്റെ ബേസ് ഫോം പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്ന അല്ലെങ്കിൽ നോട്ട് എഴുതുന്ന കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ബി ഷെയ്ഖലി സാറിൻ്റെ എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിൻ്റെ നോട്ട് തന്നെയാണ്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേറ്റഡ് വേർഷൻ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് അത് ഒരു ഡോക്യുമെൻ്റ് മാത്രം ഫോളോ ചെയ്യാണ്ട് മൊത്തത്തിൽ ഒരു അനലൈസ് ചെയ്തിട്ടുള്ള ഒരു നോട്ടാണ് ഈ മലയാളം നോട്ട്. സോ രണ്ടും കൂടി ഒരുമിച്ച് പഠിച്ച് കൃത്യമായിട്ട് നിങ്ങൾ എക്സാമിന് എഴുതണം. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. സി യു.